ഇല്ലടില്ല, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആണ് ഭയങ്കരമായിട്ട്. എന്താ വെച്ചാൽ കൂപ്പൺ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സംഭവം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെൻഡിങ് പറഞ്ഞാൽ ഇത് സംഭവം മുമ്പേ നടന്നാണ് ഇല്ലത്. എന്താ വെച്ചാൽ മുമ്പ് നേരത്തെ ഈ ഏപ്രിൽ മാസം അല്ലെങ്കിൽ ആ ഒരു 2-3 മാസം മുമ്പൊക്കെ ഈ സംഭവം നടക്കുന്നുണ്ട്. മനസ്സിലായി? എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ കേട്ടോ, എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഫുഡ് ചലഞ്ച് അല്ലെങ്കിൽ നമ്മൾ വേറെ ചലഞ്ചുകളുടെ ആ ഒരു രീതിക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വീട് ഇല്ലെങ്കിൽ ആ പറമ്പുകളൊക്കെ കൂടി ജപ്തി എന്ന വക്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം വരുമ്പോൾ അവരൊരു ഇതുപോലെ എന്താ വെച്ചാൽ ഈ കൂപ്പൺ വഴി ആൾക്കാർ എടുക്കുക, എന്നിട്ട് അവർക്ക് സഹായം ആയിക്കോട്ടെ എന്ന രീതിയിൽ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് കണ്ടത് റൈറ്റ് സ്റ്റോറി ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ. ഏകദേശം 46,000 സബ്സ്ക്രൈബേഴ്സ്, 46,100 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നറുക്കെടുപ്പ് വീഡിയോ ചെയ്യാൻ കാരണം ഇതാണ്, ഞാൻ കോടികൾ സമ്പാദിച്ചു, കാണുക വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോനെ ഈ പുള്ളിക്കാരൻ ഈ പ്രൊമോട്ട് ചെയ്ത സമയത്ത്, വീടിനെ അല്ലെങ്കിൽ ഈ കൂപ്പണെ പ്രൊമോട്ട് ചെയ്ത സമയത്ത് നമ്മുടെ വേറെ ശരത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് തോന്നുന്നു വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആളാണ് കേട്ടത്. പുള്ളിക്കാരൻ എന്തോ ആളെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കമന്റ് ശ്രദ്ധിച്ച സമയത്ത് കാറിൽ പറയുന്ന പുള്ളിയാണ് സത്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ കുഞ്ഞാനെ നീ കളിച്ച കളിയിൽ ചില ആളുകൾക്ക് വലിയൊരു വളമായിരുന്നു വീണെടുത്തത് എന്നെനിക്കാൻ പറ്റാത്ത. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വേണ്ട സഹായം ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഏകദേശം 2 കോടിന്റെ പ്രോപ്പർട്ടി അങ്ങനെ എന്താണോ 2 കോടിന്റെ പ്രോപ്പർട്ടി പുള്ളിക്കാരനെ സാമ്പത്തികമായ നഷ്ടത്തിലാണ്. പലിശ കാര്യങ്ങളൊക്കെ 2.5 കോടി അല്ലെങ്കിൽ 1.5 കോടി പലിശ എന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൂപ്പൺ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഫുൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പ്ലേ ചെയ്യുക, എന്നിട്ട് ഞാൻ പറയാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനൊരു ലക്കി ഡ്രോ ഒരു വീട് നറുക്കെടുപ്പിന്റെ വീഡിയോ ഇട്ടിരുന്നു. അത് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കമന്റിലും അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടു. ആദ്യം നമുക്ക് സന്ദീപ് ബ്രോയുടെ ആ ഒരു വീഡിയോ കാണാം. അതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. എത്ര ടിക്കറ്റ് പോയിക്കണേ, എന്താ ഏത് അതിന്റെ അവസ്ഥ എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇയാളെ നിസ്സഹായത കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുത്തൊരു കേസാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്തായാലും നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും സന്ദീപ് ബ്രോ പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊരു 1,500 രൂപയുടെ വീട് നറുക്കെടുപ്പ്, അതായത് ഒരാൾക്ക് 2,800 സ്ക്വയർ ഫീറ്റ് വീടും 10 സെന്റ് സ്ഥലവും അതുകൂടാതെ 10 പേർക്ക് 5 സെന്റ് സ്ഥലവും നറുക്കെടുപ്പിലൂടെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഇട്ടിരുന്ന് അതിൽ ഡേറ്റ് ഒന്ന് നീക്കണം. കാരണം 4,000 ടിക്കറ്റ് 5,000 ടിക്കറ്റ് വിറ്റിട്ടുള്ളൂ. 1 ലക്ഷം ടിക്കറ്റ് വിറ്റാലാണ് 48 ലക്ഷം രൂപയുടെ വീട് 1 കോടി രൂപയുടെ മുകളിൽ ടിക്കറ്റ് വരുമാനം വരുള്ളൂ. അതിന് എനിക്ക് കമ്മീഷനും അടിക്കണം എന്നാണ് ആള് പറഞ്ഞത്. ഇയാൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോക്കി. സന്ദീപ് ബ്രോ, അപ്പൊ എന്തായാലും 4,000 5,000 ടിക്കറ്റ് വിറ്റു, ഞാൻ കമ്മീഷൻ മേടിച്ചു. എന്തായാലും വീടിന്റെ ഓണർ ഇവിടെ ഉണ്ട് സന്ദീപ് ബ്രോ. പിന്നെ ഞാൻ കമ്മീഷൻ മേടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ മൂപ്പര് പറയട്ടെ. കാരണം അത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ സന്ദീപ് ബ്രോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും മൂപ്പരിനെ അതിന്റെ കാര്യങ്ങൾ പറയട്ടെ. എന്തായാലും നമ്മൾ ഈ ലക്കി ഡ്രോ നിയമപരമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ താൽക്കാലികം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലക്കി ഡ്രോ നിർത്തി വെക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയാണ്ട്. അപ്പൊ ആദ്യം എത്ര ടിക്കറ്റ് പോയി, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മളുടെ ബഷീർക്ക് തന്നെ, ഈ വീടിന്റെ ഓണറായ ബഷീർക്ക് തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ബഷീർക്ക് തന്നെ പറയട്ടെ എത്ര ഞാൻ കമ്മീഷൻ മേടിച്ചു, അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞാണ്. ഞാൻ എനിക്ക് 2.5 കോടി രൂപയുടെ വസ്തുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ഇട്ടോട്ടെ. 2.5 കോടിയോളം എനിക്ക് കടമുണ്ട്. അതിൽ 1.5 കോടി പലിശയാണ്. അപ്പൊ ഞാൻ 5-8 വർഷമായിട്ട് ഇടങ്ങേറായി നിന്നിട്ട് അവസാനം ജീവിക്കണം മരിക്കണം എന്നുള്ള അവസ്ഥയെത്തിയപ്പോൾ അവസാനത്തെ ഘട്ടത്തിലാണ് ഞാൻ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നത്. ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തിയ വ്യക്തിയാണ്. അപ്പൊ എനിക്കിങ്ങനെ പ്രശ്നം വന്നപ്പോൾ കടം വന്നപ്പോൾ ആരുമില്ലാതെ നിന്ന സമയത്താണ് നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇന്റെ അടുത്ത് വന്നു കണ്ട് എന്റെ വിഷം പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇന്റെ അടുത്ത് നിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. പൈസ അത് പറയുന്നത് ഞാൻ പൈസ മേടിച്ചിട്ടില്ല നിങ്ങൾ പറയാൻ പറ്റില്ല. കാരണം പെട്രോളിന്റെ ചെലവിന് പൈസ അത് ചെലവിന് പൈസ പറ്റില്ല. 1 റുപ്യ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് 1,000 റുപ്യ ഞങ്ങൾക്ക് പെട്രോൾ പൈസ തന്നിട്ടുണ്ട്. സന്ദീപ് ബ്രോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വേറെ ഒരു പൈസ ഇയാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. സത്യസന്ധമായിട്ടാ പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോ ഇതിൽ പറഞ്ഞ 5,000 കൂപ്പം പോയി പറഞ്ഞല്ലോ. ഒന്നരവായി എനിക്ക് ഇതിന്റെ വശങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇത്രയും കൂപ്പൺ കുറച്ച് പോയത് പടച്ചോ ഞാൻ കാത്തതാണ്. കാരണം എനിക്ക് 300 കൂപ്പനായിട്ട് എനിക്ക് പോയിട്ടുള്ളൂ. വേറെ കൂപ്പനൊന്നും എനിക്ക് പോയിട്ടില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ വശങ്ങളും കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഞാൻ കൂപ്പൺ കൊടുക്കണില്ല. നമ്മൾ ഇനി ഗിഫ്റ്റ് പ്രകാരം കൊടുത്തുകാണ്ട് ടാക്സ് കൊടുത്തുകാണ്ട് എല്ലാ അതിന്റെ പരിപാടി വക്കീൽ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് നമ്മൾ ഇനി അതിന്റെ നിയമ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. നമ്മളിത് മുന്നോട്ട് പോയാൽ എനിക്ക് നിർബന്ധം. അല്ലെങ്കിൽ ഞാനും എൻ്റെ പെണ്ണുങ്ങളോട് മരിച്ചാൽ ആത്മഹത്യയല്ലേ. കാരണം അത്രയും കടക്കടിയിൽ അത്രയും കുടുങ്ങി കുത്തിരിക്കുകയാണ്. നിർവാഹമില്ല സാഹചര്യത്തിൽ പല ആൾക്കാരും ചെയ്തുകൊണ്ട് പല വക വിഷയങ്ങളും ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ പോലത്തെ പാവപ്പെട്ട ഞങ്ങൾക്കാണ് ഇതിന്റെ അനുഭവം വരുന്നത്. ഇല്ല മലയാളി മറ്റുള്ളവരൊക്കെ ബിസിനസ്സിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ കടം വീട്ടിയിട്ട് സമാധാനത്തിൽ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിൽ നിന്ന് കുറെ കമ്മീഷൻ അടിച്ചെടുക്കാനോ ഈ പേരക്ക് 10 പേരെ ഉണ്ടാക്കാനോ അല്ല. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കടം കള്ളി വീട്ടിൽ മനസമാധാനത്തിൽ ചിലപ്പോൾ റോട്ട് തണ്ടിയേക്കാരം ഞാനും എൻ്റെ പെണ്ണുങ്ങളും. ആ ഒരു രീതിയിൽ നിന്ന് കടം വീടുള്ള സമാധാനത്തില്ല. അതുകൊണ്ട് ഉപകാരം ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് ഇങ്ങനെ സഹായിക്കണം. ഇങ്ങനത്തെ ബ്ലോഗർമാരെ ഉപദ്രവിക്കരുത്. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ വീഡിയോ ഞാൻ ഇപ്പോൾ കണ്ടു. അതിൽ എനിക്ക് നല്ല വേദനയും വിഷമമുണ്ട്. നിങ്ങൾ ചെയ്ത് അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞതിന് പടച്ചോ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. ഇതെനിക്ക് പറയാനുള്ളൂ.
അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഈ നറുക്കെടുപ്പ് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം. 300-ൽ താഴെ ടിക്കറ്റുകൾ മാത്രമാണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് അതിലൂടെ ടിക്കറ്റ് എടുത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ നിങ്ങൾ കൊടുത്ത കൂപ്പണിന്റെ പൈസ, ഇയാളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്ന് ചെയ്തു കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഈ ഒരു അവസ്ഥയും മനസ്സിലാകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരിച്ചു വേണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പണം ഞാൻ വാങ്ങിച്ചു തരും. കാരണം ഞാൻ അതിന് ഉത്തരവാദിയാണ്. കാരണം ഞാൻ വീഡിയോ ചെയ്ത് അതിലൂടെ നിങ്ങൾ കൂപ്പൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ്. കാരണം നമുക്ക് എന്തായാലും ഈ ലക്കി ഡ്രോ നടത്തുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇനിയിപ്പോ നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ ജെനുവിൻ ആയിട്ട് നിയമപരമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാനുണ്ടോ? അത് നമുക്കൊരു സംശയമല്ല. ഞാൻ ഈ കൂപ്പൺ എടുത്ത ഏകദേശം ആൾക്കാരോടൊക്കെ സംസാരിച്ചു. ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നിയമത്തിന്റെ ഇത് അല്ല എന്നുള്ള വിവരപ്പാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ നിയമത്തിന് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു സമ്മാനം, അത് ഇലക്ട്രോണിക് സാധനമായാലും അതെന്താ വെച്ചാൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അപ്പൊ അതിന്റെ കൂടെ കൂപ്പണുകളെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ്. അപ്പൊ ഇതുവരെ കൂടിയ ആൾക്കാർക്ക് ഞാൻ ആ സംവിധാനം അയച്ചു തരും ഇത് തുടങ്ങുമ്പോൾ. അപ്പൊ അതിന്റെ പേപ്പർ ക്ലിയർ ആകട്ടെ. അത് വരെ ഒരു 10-15 ദിവസം നിങ്ങൾ സബൂറായി. കാരണം നിങ്ങൾ ഇന്റെ പേര് കണ്ടിട്ടോ നമ്മളെ സ്ഥലം കണ്ടിട്ടോ അല്ല നിങ്ങൾ എന്നോട് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളെ സ്ഥലം കണ്ടിട്ടോ പേര് കണ്ടിട്ടോ അല്ല, നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ നിങ്ങളെ സഹായിക്കുകയാണ്. അതിൽ ജനുവായിട്ട് നിങ്ങൾ നടക്കെടുക്കണം. സത്യസന്ധമായിട്ട് ഇതാണ് പോലെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂപ്പെടുത്തത് അതിന് വളരെ നന്ദിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യമൊക്കെ നൽകട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഇനി ഇപ്പോഴത്തെ രമത്തിന്റെ ഈ സാഹചര്യത്തിൽ നമ്മളിത് ജയിലിൽ പോകാനും പ്രശ്നമാക്കാനൊന്നും ഞാനില്ല. എന്നെ കൊണ്ട് എനിക്ക് അജ്ജുമില്ല, അതിൽ ആരോഗ്യമല്ല, രോഗിയാണ്. അപ്പൊ നിയമത്തിന്റെ കടലാസ് 15 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ റെഡിയാക്കിയിട്ട് നമ്മൾ ആ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ നിയമത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും എന്നോട് സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഭാഗത്തിനെ ആരും ദ്രോഹിക്കരുത്. ഇരിക്കും വേണ്ടിയിട്ട് എന്നെ സഹായിച്ചാൻ വേണ്ടി വന്നതാണ് ഇത്. അപ്പോൾ അതാണ് കേട്ടല്ലേ, കണ്ടില്ലേ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ലോട്ടറി ഇല്ലെങ്കിൽ സർക്കാർ വെക്കുന്ന ലോട്ടറി മാത്രമേ സുതാര്യമുള്ളൂ. മനസ്സിലായില്ലേ? സുതാര്യമായി വെക്കുന്ന സംഭവമാണ്. എല്ലാം നമ്മൾ നടത്തുന്നതൊക്കെ ഇല്ലീഗലാണ് കേട്ടല്ലേ. സീരിയസ് ആയിട്ട് നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അതൊക്കെ ഇല്ലീഗലാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞൻ പാണ്ടിക്കാട് ചെയ്തതാണെങ്കിലും നമ്മൾ മുമ്പത്തെ വീഡിയോ ചെയ്താണെങ്കിൽ ഒക്കെ ഇല്ലീഗലാണ് കേട്ടല്ലോ. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രോപ്പർട്ടി കേട്ടല്ലോ. മനസ്സിലായി? വലിയ പ്രോപ്പർട്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇല്ലീഗലാണ് കേട്ടല്ലോ. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ നിയമവ്യവസ്ഥ നോക്കിയിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ രീതിയിലായിട്ട് മുന്നോട്ട് പോയാൽ നടക്കൂടി കേട്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ കേസ് വരുമ്പോൾ കേട്ടല്ലോ എന്താ സംഭവിച്ചു, ആ ശരത് ബ്രോ, അപ്പൊ കാറിൽ നിങ്ങൾ പറഞ്ഞ വ്യക്തിയുടെ ഒരു ശരത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാലും മിസ്റ്റേക്ക് ഉണ്ട്, ഞാനും പറയുന്നത് കേട്ടല്ലോ. എന്ന് വെച്ചാൽ ഒരാളുടെ അവസ്ഥ കണ്ട് ഒരാൾ സഹായിക്കാൻ വരുമ്പോൾ അവരെ അങ്ങനെ പറയരുത്. മനസ്സിലായില്ല? ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ 2.5 കോടി എന്നൊക്കെ പറഞ്ഞാൽ കേട്ട ചില്ലറ പരിപാടിയല്ല. മനസ്സിലായി? എത്ര ടിക്കറ്റ് പോകണമെന്ന് അറിയോ? മനസ്സിലായില്ലേ? അപ്പൊ അത്രയും ടിക്കറ്റ് പോകണമെങ്കിൽ അവർക്ക് അത്രയും ടിക്കറ്റ് വിറ്റ് പോയാൽ അവർക്ക് ആ പൈസ കിട്ടുള്ളൂ. അപ്പൊ പൈസ കിട്ടിയാൽ അവർക്ക് ഈ കടം വീട്ടാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? 1.5 കോടി സംതിങ് കടമാണ് കേട്ടല്ലോ. അപ്പൊ 2.5 കോടിയുടെ മുതലാണ്, 2.5 കോടിയുടെ മുതലാണ്, 2.5 കോടിയുടെ മുതലാണെന്ന് പറയുന്നത്. 1.5 കോടി കടം തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ തിരിച്ചു കിട്ടി വേറൊരു ഇനിയിപ്പോൾ ചെറിയ വീടാണെങ്കിൽ ചെറിയ വീട് അതിൽ താമസിക്കണമെങ്കിൽ ഇത്രയും കൂപ്പൺ വിറ്റ് പോകണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ 300 കൂപ്പൺ വിറ്റിട്ടോ അല്ലെങ്കിൽ 3000 കൂപ്പൺ വിറ്റിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ പുള്ളിക്കാരൻ രോഗിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ അവസ്ഥ കണ്ടിട്ട് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കുക. അപ്പം നമ്മളതാണെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കരുത് സീരിയസ് ആയിട്ട്. എന്താ വെച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്ളോഗർ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും വേണം. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ അത്ര മേടിച്ച് കമ്മീഷൻ അത്ര കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 1000 രൂപ പെട്രോൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാര്യമില്ല, നല്ല തന്നെയല്ലേ. നല്ല പ്രവർത്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പൈസ മുടക്കുന്നത് കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ശരത് ബ്രോ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, തെറ്റുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. മനസ്സിലായില്ലേ? സോറി, മനസ്സിലായില്ലെന്ന് ഞാൻ കുറേ റിപ്പീറ്റ് അടിക്കണമെന്ന് എനിക്ക് വേറെ വീഡിയോയിൽ കുറച്ച് കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് വീഡിയോ ഇല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. നമ്മളൊരാളെ സഹായിക്കണമെങ്കിൽ ഇടല്ലേ, അല്ലാതെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയാനാണെങ്കിൽ കൂടി ഒരു ഫ്ലോ പോയി കുറ്റം പറയാൻ പറഞ്ഞാൽ കിലറല്ല എന്ന് സംഭവിച്ചു. നമ്മൾ സഹായിച്ചില്ലെങ്കിലും കുറ്റം പറയാൻ നിൽക്കട്ടെ. മനസ്സിലായില്ലേ? അതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരുടെ ചാനലിൻ്റെ പേര് റൈറ്റ് സ്റ്റോറി ന്യൂസ് എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ചാനൽ വഴി തന്നെയാണ് മറ്റേ എന്താണ് അതിൻ്റെ പേര് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു കൂപ്പൺ നറുക്കെടുപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ 300 ടിക്കറ്റ് താഴെ വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് വേണമെങ്കിൽ, ഇപ്പോൾ ഈ അവസ്ഥ കാട്ടിൽ നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മൾ റീഫണ്ട് ചെയ്തിരുന്നു പറയുന്നുണ്ട്. എന്താ സംഭവിച്ചു, നിയമപരമായി മുന്നോട്ട് പോയിട്ട് ഇനി കൂപ്പൺ വിൽക്കണുള്ളൂ എന്നാണ് പറയുന്നത്. അത് നല്ല കാര്യം. എന്താ വെച്ചാൽ നിയമപരമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ പ്രശ്നം വരും. അത് ഇന്നില്ലെങ്കിൽ പിന്നീട് പ്രശ്നം വരും, ഉറപ്പാണ്. എന്താ വെച്ചാൽ നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം, അതേ പറയാനുള്ളൂ. അപ്പം നമ്മളെ ആരെയും സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കടക്കണിലുള്ളവരൊക്കെ ഇങ്ങനെ കൂപ്പൺ വഴി സഹായിക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജപ്തി കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ആരെയും. അപ്പോൾ നമ്മൾ ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ബന്ധുക്കാർ പോലും സഹായിക്കില്ല.
അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നുള്ളൂ. മറ്റേ പരിപാടി പോലെ ആവരുത്, കുഞ്ചൻപാട്ടിക്കാരുടെ പരിപാടി പോലെ ആവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓഡിയൻസ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ട് ഇതൊരു ഫേക്ക് ആണ്, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ പ്രൈസ് അടിച്ചവർക്ക് അവരുടെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് സത്യം എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പ്രൈസ് അടിച്ച് പോയി, അവർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, കള്ളൻ എന്നുള്ള പേര് വരികയും ചെയ്തു പോലെയായി, എന്തോ ഒരു അവസ്ഥയിലായി. അപ്പോൾ അതങ്ങനെ, അപ്പം അതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നല്ല സപ്പോർട്ട്, നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് കേട്ടോ അല്ലേ. ഫ്ലോ പോയി, അതാണ് സംഭവം. അപ്പോൾ അത്ര